ശ്യാമളം നല്ല. ഈ വീടിന്റെ അകത്തു നിന്നാണ് ലോകമറിയുന്ന കുഞ്ചൻ നമ്പ്യാർ ജനിച്ചു വീണത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പാദസ്പർശമേറ്റ് വാങ്ങിയ ഈ മണ്ണിൽ നിൽക്കുമ്പോൾ നമുക്കും അതിൻ്റെതായ സന്തോഷമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. സ്വാഗതം. ദാസൻ മഹാവീരൻ കപീശ്വരൻ ശ്രീ മഹാദേവന്റെ വിജയനജാതനായി. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ജിഷ എലിസബത്ത്. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ ലക്കിടിയിൽ കിള്ളിക്കുറിശി മംഗലത്ത് കലക്കത്ത് ഭവനത്തിലാണ്. ഇവിടെയാണ് ഓട്ടം തുള്ളൽ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാർ ജനിച്ച് വീണയിടം. അദ്ദേഹം ജനിച്ച അകമൊക്കെ ഇവിടെയുണ്ട്. ഇവിടെ അദ്ദേഹത്തിന്റെ അമ്മ വീടായ കലക്കത്ത് ഭവനത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 15 വയസ്സോളം ഇവിടെ ജീവിച്ചു. ഇതിനകത്ത് ഒരുപാട് കാഴ്ചകളുണ്ട്, ഒരുപാട് ജീവിതങ്ങൾ കടന്നുപോയ ഒരു പഴമ നിറഞ്ഞൊരു വീടാണ്. വാഴകൾ 4 ഭാഗങ്ങളിൽ തിങ്ങി വിങ്ങിത്തത ബാലാനിലൻ വന്നു തട്ടുന്ന നേരത്തു കോലാഹലം നൃത്തമാടും ദളങ്ങൾ. 400 വർഷം പഴക്കം ഉള്ള ഈ വീട് തറ മുതൽ മുകൾ നില വരെയും ഇഷ്ടികയും കല്ലും സിമെൻറ്റൊന്നും ഇല്ല. പൂർണ്ണമായിട്ടും മണ്ണോൻ്റെ ഒരു പ്രത്യേക മിശ്രിതം കൊണ്ട് ഉണ്ടാക്കിയ വീടാണ്. പിന്നെ നമ്പ്യാരുടെ കാലത്തൊക്കെ ഇത് ഓല മേഞ്ഞ മേൽക്കൂരിയും ചാണകം മെഴുകിയ തറയായിരുന്നു. 1976 സർക്കാർ ഏറ്റെടുത്തതിന് ശേഷമാണിത് ഇവിടെ വൈദ്യുതി എടുത്തതും നിലം കോൺക്രീറ്റ് ഇട്ട് കാവിട്ടതൊക്കെ. പിന്നെ ഈ വീടിൻ്റെ ചുമരിൻ്റെ മിശ്രിതം ഇവിടുത്തെ പഴമക്കാർ പറയുന്നത് കേട്ടത് മണ്ണ്, ഉമി, ശർക്കര, കഞ്ഞിവെള്ളം, ചുണ്ണാമ്പ്, കടുക്ക ഇതെല്ലാം മിക്സ് ആക്കിയിട്ടുള്ളൊരു മിശ്രിതമാണെന്നാണ് പറയണത്. ഇതിനുള്ളിൽ നമ്പ്യാർ ജനിച്ച മുറിയുണ്ട്. പിന്നെ അവരുടെ മച്ച് എന്ന് പറഞ്ഞ പൂജാമുറി, അതിൽ പത്തായം ഉണ്ട്, കെടാവിളക്കുണ്ട്. ആ കെടാവിളക്ക് ഇപ്പോഴും സംരക്ഷിക്കുന്നത് നമ്പ്യാർ ഇവിടെ ഈ വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫാമിലി നേരെ ഓപ്പോസിറ്റ് വീട്ടിൽ താമസിക്കുന്നുണ്ട്. അവർ തന്നെയാണ് രാവിലെയും വൈകുന്നേരം വന്നിട്ട് അത് കെടാവിളക്കായിട്ട് സംരക്ഷിക്കുന്നത്. മുകളിൽ 3 ബെഡ്റൂം ഉണ്ട് അവരുടെ. അതിൽ 3 തരം തുള്ളലിൻ്റെയും വേഷമിട്ട ശില്പങ്ങളുണ്ട് അവിടെ. ഓട്ടൻ പറയാൻ ചീതങ്കം തുള്ളലുകളുടെ 3 തരം ശില്പങ്ങൾ മുകളിലത്തെ റൂമുകളിലുണ്ട്. ഉള്ളിൽ കൃപാശാലി മദ്ഗുരുനാഥനും കിള്ളിക്കുറിശി മഹേശ്വര സ്വാമിയും തുള്ളൽ കവി പ്രബന്ധങ്ങളെ ചൊല്ലുവാനുള്ളൊരു വൈദഗ്ധ്യമേകിടണേ. നല്ല തണവുള്ള വെള്ളമാണ്. പണ്ട് കാലത്ത് ആട്ടുകല്ല് എന്ന് പറയും, ആട്ടുകല്ല്, അരവുകല്ല് എന്നൊക്കെ പറയും. എന്താണത്? പിന്നെ കുഴയൊന്നും കാണാനില്ല കേട്ടോ ഇവിടെ, ഈ കല്ല് മാത്രമേ ഉള്ളൂ. ഇത് പണ്ട് കാലത്ത് നെല്ല് അരിയൊക്കെ ഇടിച്ച് പൊടിക്കാനുള്ളതാണ്. നെല്ല് കുത്താനും പുളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇരിക്കാനുള്ളതാണ് കല്ലൊരലെന്ന് പറയും ഇതിന്. കണ്ട, ഇതിൻ്റെ ഒരയ്ക്കൊന്നും കാണാനില്ല ഇവിടെ, ഈ കല്ലൊരല് മാത്രമേ ഉള്ളൂ. അരി ഇടിക്കാൻ. ശ്യാമളം നല്ല കദളി മഹാവന. ചാക്യാർകൂത്തിന് മിഴാവ് കൊട്ടുന്ന ജോലിയായിരുന്നു നമ്പ്യാർക്ക്. അപ്പോൾ ഒരു ഉത്സവത്തിന് ചാക്യാരോടൊപ്പം മിഴാവ് കൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അബദ്ധത്തിൽ അദ്ദേഹം ഉറങ്ങിപ്പോയി. ഇത് കണ്ട ചാക്യാർക്ക് ദേഷ്യം വന്നു. പരസ്യമായിട്ട് അദ്ദേഹത്തെ കണക്കറ്റ് ശകാരിച്ചു. അതിൽ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. അന്ന് തന്നെ അദ്ദേഹം ഇരുന്ന് എഴുതിയുണ്ടാക്കിയതാണ് കല്യാണ സൗഗന്ധികം എന്നുള്ള ആദ്യത്തെ കഥയും. അങ്ങനെ ഒരു പുതിയ കലാരൂപം ഉടലെടുത്തു. ഇത് പണ്ട് കാലത്ത് ഇത്ര പൊക്കമുള്ള അടുപ്പുകളാണ്. ഇത്രയുള്ള പൊക്കം. ഇങ്ങനെ ഇരുന്നിട്ടാണ് ഇതിങ്ങനെ ഇളക്കം പിടിക്കുകയൊക്കെ ചെയ്യുക. തീയൊക്കെ അങ്ങനെ വെക്കാനായിട്ട് ഇത്രയും ചെറുതാണ്. പണ്ട് കാലത്തൊക്കെ ഇരുന്നാണ് ചെയ്തിരുന്നത്. ചൂട്ടഴി എന്നാണ് ഇതിനെ പറയുന്നത്. വലിയ വീടാണ് കേട്ടാ, എല്ലാം ഉണ്ട്. ലൈറ്റ് ഉണ്ട്. ഇതൊക്കെ അവരെ ഭക്ഷണശാലയിലേക്ക് പോകുന്നു. ഏത്? ഇതാ റൂമിലേക്ക് കിടക്കാനുള്ള വാതില. തുറക്കാൻ പറ്റില്ല, അത് അവിടെ നിന്ന് അടച്ചിട്ടിരിക്കുക. ഇത് 10 പുരയാണ്. അതിൻ്റെ അടിയിലേക്ക് ഒരു സ്റ്റോർ റൂമുണ്ട്. ഇത് നെല്ലിടാനുള്ള അറിയണം. ഇതിന് പലകളുണ്ടാവും ഇങ്ങനെ അടയ്ക്കാനായിട്ട്. ഇത് ഈ പലക പോലെ ഓരോന്നോരോന്ന് വലിച്ചൂരി എടുക്കാം.
ഇത് നോക്കി നിലവറ, നിലയറ, നിലയറ. ഓരോ സ്റ്റെപ്പാണ് ചേച്ചി ഇത്. ശീതങ്കം തുള്ളൽ, ഇത് പറയം തുള്ളൽ, ഇത് ഓട്ടം തുള്ളൽ. ഇതാണ് എനിക്ക് ഇഷ്ടം ചേച്ചി. ഇത് കൊള്ളാം. അമ്മാ മരിച്ചതും അടക്കിയതൊക്കെ അമ്പലപ്പുഴയിലാണെങ്കിലും അവരുടെ ഓർമ്മയ്ക്കായിട്ട് 1995 കെട്ടിയ സ്മൃതി മണ്ഡപമാണ് അവിടെ ഉള്ളത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് അവരുടെ സർപ്പക്കാവുണ്ട്. ഇത് പുതിയ ഓഫീസ് ബിൽഡിംഗ് ആണ്. ഇത് പത്തായപ്പുരയാണ്. അതിൻ്റെ അപ്പുറത്ത് ഓഡിറ്റോറിയം, ക്ലാസ് മുറികളും അതൊക്കെയാണ്. മഴയാണ് അല്ലേ? മഴയുടെ ഭാവം അതെന്താന്ന് വളരെ യാദൃശികമായി വന്നു പെട്ടതാണ്. നമ്മൾ കണ്ടു, എല്ലാവരും വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ വരണം, സമയം കിട്ടിയാൽ തീർച്ചയായും വരണം. നിങ്ങളുടെ മക്കൾക്ക് കുഞ്ചൻ നമ്പ്യാർ ആരായിരുന്നു, അദ്ദേഹം ആക്ഷേപഹാസ്യം എങ്ങനെയാണ് കലയിലൂടെ ഈ ലോകത്തിന് മുന്നിലേക്ക് നൽകിയതെന്ന് നിങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.